വളരെ കൃത്യമായ ചില ചോദ്യങ്ങളുമായിട്ടാണ് ബെല്ലാരിയിലേക്ക് നമ്മുടെ SIT ടീം പോയിരിക്കുന്നത്. ബെല്ലാരിയിലെ ജുവലറിയെ കംപ്ലീറ്റ് റെഡി ചെയ്യുക. നാളിതുവരെ തൊണ്ടി കിട്ടിയിട്ടില്ല. എവിടെയാണ് അയ്യപ്പന്റെ സ്വർണം, ദേവന്റെ സ്വർണം എവിടെ? വലിയ ചോദ്യമാണ്. പകരം 450 ഗ്രാമോ 430 ഗ്രാമോ എത്ര ഗ്രാമായാലും അത് എടുത്തുകൊണ്ട് പോയതിനു ശേഷം പകരം സ്വർണം വെച്ചതുകൊണ്ട് കളി തീരത്തില്ല. സ്വർണത്തിന്റെ കളിയും അതിന് സമാനമായ തുക അവിടെ അടച്ചതുകൊണ്ട് തീരുന്ന വിഷയമല്ല ഇത്. ഇത് ദേവന്റെ സ്വർണവും പഞ്ചലോഹ വിഗ്രഹവും അതുപോലെ തന്നെ മണിയും പിന്നെ ഭണ്ഡാരവും പിന്നെ അതുപോലെ തന്നെ തിരുവാഭരണ പെട്ടി പോലെ മാതൃകയും പിന്നെ അഷ്ടപാലക വിഗ്രഹത്തിന്റെയും ദേവപാലക വിഗ്രഹത്തിന്റെയും ബാജി വാഹനത്തിന്റെയും അങ്ങനെ ശബരിമലയിലെ ഏറ്റവും പുണ്യമായി നിൽക്കുന്ന ഒരുപാട് വസ്തുക്കൾ കാണാനില്ലെന്നുള്ളതാണ് വിഷയം. ഇതിൻ്റെ ഇടയ്ക്കിൽ വരുന്നൊരു വാർത്ത, ഈ പഞ്ചലോഹ വിഗ്രഹം ശബരിമലയിൽ തന്നെയാണോ, മറ്റ് ക്ഷേത്രത്തിലെ ഏതെങ്കിലും ആണോ? ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടോ? അപ്പോഴാണ് രമേശ് ചെന്നിത്തല പറഞ്ഞ ഡി മണിയെ കിട്ടിയിരിക്കുന്നു. ഡി മണി എന്ന് പറയുന്ന ദാവൂദ് മണിയെന്നും ദുബായ് മണിയെന്നും ഡാർക്ക് മണിയെന്നും ഒക്കെ പല പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെയുള്ള മണിയെ കിട്ടിയിരിക്കുന്നു. അപ്പോഴാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നു, പിണറായിയുടെ ചെവിയിൽ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്? ഉടൻ തന്നെ ശിവൻകുട്ടി ചോദിക്കുന്നു, എന്തിനാണ് പിന്നെ സോണിയാഗാന്ധിയുടെ കയ്യിൽ പിന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടിയത് സ്വർണമാണോ മഞ്ഞച്ചരടാണോ? വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കല്ലേ ശബരിമല വിഷയം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ 2019 മുതലായിരുന്നു നമ്മൾ കേട്ടതെങ്കിൽ, 2009 മുതലാണ് പിന്നെ കേട്ടതെങ്കിൽ, ഇപ്പോൾ 2007 മുതൽ കേൾക്കുന്നു. ഇനിയും പിറകിലോട്ട് പോകുമോ, 2000 മുതൽ പോകുമോ നമുക്കറിയില്ല. ശബരിമലയിലെ ഓരോ വിഗ്രഹവും എടുത്തെടുത്ത് കൊണ്ടുപോയി പുരാവസ്തു ഇറ്റലിയിലെ പുരാവസ്തു വകുപ്പ് വിൽക്കുന്ന സ്ഥലത്ത് കൊടുത്തോ? ആ ഇറ്റലിയിലെ പുരാവസ്തു വകുപ്പ് കൊടുക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് സോണിയാഗാന്ധിയുടെ ബന്ധു, ഏറ്റവും ക്ലോസസ്റ്റ് ബന്ധു, അവർ നടത്തുന്ന സ്ഥാപനമാണ്, ആന്റിക്കിഡ്സിന്റെ സ്ഥാപനമാണ്. അവിടെ കൊണ്ട് വെച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷ ആരോപണം. ഇപ്പോൾ ഭരണപക്ഷി ആരോപണം, ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം അതാണ്. അനിൽകുമാർ എന്ന് പറയുന്ന അനിൽകുമാർ എന്ന് പറയുന്ന CPMന്റെ ഈ പിന്നെ ചാനലിൽ കിടന്ന് എപ്പോഴും അടി വാങ്ങുന്ന ഒരു മനുഷ്യനുണ്ട്. അത് എപ്പോൾ ചെന്നാലും അടി വാങ്ങിച്ചുകൊണ്ടേ പുറത്തുള്ള അടി എന്ന് പറഞ്ഞാൽ പുറത്തുള്ള അടിയല്ല, അദ്ദേഹം എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് കൊട്ട് കിട്ടും. ആ ഒരു അനിൽകുമാറുണ്ട്. എന്തിനാണ് അദ്ദേഹത്തിനെ ചാനലിൽ അയക്കുന്നത് നമുക്കറിയത്തില്ല. കോട്ടയത്ത് നിന്ന് CPMൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അയക്കുന്നത്. ഇത്രമാത്രം തല്ലി ചതഞ്ഞു പോയ ഒരു മനുഷ്യനില്ല ചാനലിൽ വന്നിട്ട്. എന്നിട്ടും വീണ്ടും അദ്ദേഹം കയറി വരും. നാണവുമില്ല ഉളുപ്പമില്ല മാനവുമില്ലാതെ കയറി വരും. അതെന്താന്ന് നമുക്കറിയത്തില്ല. അദ്ദേഹത്തിന് ചാവേറ് പോലെ ഇങ്ങനെ CPM വച്ചിരിക്കുകയാണ്. അദ്ദേഹം പോലും ആരോപിക്കുന്നു സോണിയാഗാന്ധിയുടെ കയ്യിൽ ആരാണ് കെട്ടിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം അതിനും കുറേ തെറിയൊക്കെ വാങ്ങുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഈ സ്വർണം എവിടെയാണ്? ഡി മണിയെ കിട്ടിയാൽ തിരുവനന്തപുരത്തെ ഉന്നതൻ ആരാണ്? എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, തിരുവനന്തപുരത്തെ ഉന്നതൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകളൊന്നും ഒരിക്കലും ഹോട്ടലിൽ പോയി പൈസ മേടിക്കില്ലല്ലോ. അതിനുള്ള സാധ്യത ഇല്ലല്ലോ. പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് കയറി ഇത്രയും വലിയ സന്നാഹമുള്ള അല്ലെങ്കിൽ ഇത്രയും ബ്ലാക്ക് കാർട്ട് എന്താണ് മറ്റേ കമാൻഡോമാരൊക്കെ ഉള്ള ഒരു മുഖ്യമന്ത്രി നേരിട്ടൊരു ഹോട്ടലിൽ ചെന്ന് ചായ കുടിക്കാനായിട്ട് പോകില്ലല്ലോ. അപ്പം അതല്ല. അപ്പം പിന്നെ ആരാണ്? മുഖ്യമന്ത്രിയുടെ ബിനാമിയാണോ? അതാണ് ചോദ്യം. ആരാണ് ഇത് ചെയ്തിരിക്കുന്നത്? പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണോ? അതോ മരുമകനും അടക്കമുള്ള മന്ത്രിമാരാരെങ്കിലുമാണോ? ശിവൻകുട്ടി അടക്കമുള്ള മരുമകനടക്കമുള്ള തിരുവനന്തപുരത്ത് ഏതെങ്കിലും മന്ത്രിമാരാണോ? അതോ തിരുവനന്തപുരത്ത് ഏതെങ്കിലും പാർട്ടിക്കാരാണോ? അതോ സംസ്ഥാന തലത്തിലുള്ള പാർട്ടിക്കാരാണോ? അതോ ഇനി കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണോ? മന്ത്രി അല്ലാതെ ഇരിക്കുന്ന സമയത്ത് പോയി മേടിക്കാമല്ലോ. മന്ത്രി അല്ലാത്തപ്പോൾ സാധാരണ വാഹനത്തിലായിരിക്കുമല്ലോ പോകുന്നത്. ഈ സന്നാഹമൊന്നും കാണത്തില്ലല്ലോ. കടകംപള്ളി സുരേന്ദ്രനാണോ? അതോ അതുമല്ലാതെ വാസുവാണോ ഇതെല്ലാം ചെയ്തത്, വാങ്ങിയത്? അതോ പത്മകുമാറാണോ വാങ്ങി? പത്മകുമാർ എന്തായാലും ഉന്നതനല്ലല്ലോ ഈ പറയുന്നതനുസരിച്ച്. ഈ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പത്മകുമാറിനെ ആദ്യമായി പോലീസിന്റെ പിടിക്കുന്നതിന് തൊട്ടു മുമ്പ് കൊടുത്ത 2 ബൈറ്റുണ്ട്. ഒന്നാമത്തെ ബൈറ്റിൽ പത്മകുമാർ പറയുന്നത്, എന്നെ പിടിച്ചാൽ ഉന്നതൻ കുടുങ്ങും. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, സമൂഹത്തിൽ നിങ്ങൾ ദൈവം പോലെ കരുതുന്നവൻ കുടുങ്ങും. മൂന്നാമത്തെ ബൈറ്റിൽ അദ്ദേഹം 2 ബൈറ്റിൽ തന്നെ മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ മാത്രം കൊടുക്കാമെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഇറങ്ങുന്ന കരക്കമ്പി എന്തെന്നാൽ, ഗോവിന്ദൻ മാഷ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറഞ്ഞിട്ടും പത്മകുമാറിനെ പുറത്താക്കാത്തത്, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിശ്ചിതമായ വിമർശനം ഗോവിന്ദൻ മാഷിനെ ഇരുത്തിക്കൊണ്ട് നടത്തിയിട്ടും പത്മകുമാറിനെ പുറത്താക്കാത്തത്, പത്മകുമാറിനെ പുറത്താക്കിയാൽ അടുത്ത നിമിഷം അകത്താകുന്നത് വേറെ വൻ തോക്കുകളായിരിക്കും. പത്മകുമാർ പലരുടെയും പേര് പറയും. തൻ്റെ പാർട്ടി രക്ഷിക്കുമെന്നുള്ള ഒറ്റ കാര്യം വെച്ചുകൊണ്ടാണ് പത്മകുമാർ ഇപ്പോൾ വാതുറക്കാതിരിക്കുന്നു എന്നുള്ളതാണ് വേറെ കേൾക്കുന്ന കാര്യങ്ങൾ. എന്തൊരു മനോഹരമാണ് നമ്മൾ കാര്യങ്ങൾ ആലോചിച്ചാൽ. എൻ്റെ വിഷയം അതല്ല, അല്ലെങ്കിൽ നമ്മുടെ വിഷയം അതല്ല. 1950 തീ വെച്ചതിന് ശേഷം ഇന്ന് വരെ തീവെപ്പ് ആര് നടത്തിയെന്നോ അതിൻ്റെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നതല്ലാതെ, കമ്മീഷൻ റിപ്പോർട്ടുകൾ അന്വേഷണ റിപ്പോർട്ട് വന്നതല്ലാതെ തീവെപ്പ് ഞങ്ങളിത് അംഗീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തീവെപ്പ് റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്ന്
കേരളത്തിൽ ഒരു ഭരണകൂടമോ ഒരു കോടതിയോ നാളിതുവരെ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആരാണ് തീ വെച്ചത്? ആരെങ്കിലും തീ വെച്ചോ? ആ റിപ്പോർട്ട് അംഗീകരിക്കുകയാണെങ്കിൽ അതിൽ തുടർ നടപടി വേണം. റിപ്പോർട്ട് തള്ളിക്കളയുകയാണെങ്കിൽ പകരം ആരാണ് തീ വെച്ചതെന്ന് കണ്ടുപിടിക്കണം. രണ്ടായാലും ഉത്തരം തേടണം ഗവൺമെന്റ്. ആ ഉത്തരം തേടേണ്ടത് കൊണ്ട് അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുന്നു. എവിടെ അതുപോലെ തന്നെ ശബരിമലയെക്കുറിച്ചുള്ള എത്ര പത്മനാഭൻ കമ്മിറ്റി റിപ്പോർട്ട്, എത്ര റിപ്പോർട്ടുകളാണ് സെക്രട്ടേറിയറ്റിൽ അലമാരകളിൽ പൊടിയടിച്ച് കിടക്കുന്നത്. അസംബ്ലിയുടെ ആർക്കൈവിൽ പൊടിയടിച്ച് കിടക്കുകയാണ് നമ്മുടെ കേശവമേനോന്റെ IG കേശവമേനോന്റെ റിപ്പോർട്ട്, ശബരിമലയെ കത്തിച്ചതിന്റെ റിപ്പോർട്ട്. എന്താണ് നമ്മളിവിടെ സംഭവിക്കുന്നത്? ഇപ്പോഴിതാ ഇനി CBI ഏൽപ്പിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. എന്ത് കണ്ടിട്ടാണ് CBI ഇത് ഏറ്റെടുത്തുക? CBI ഏറ്റെടുക്കാമെന്നും പറഞ്ഞു വളരെ ആവേശത്തോടെ. CBI ഏറ്റെടുത്ത എല്ലാ പരിപാടികളും നന്നായി വന്നോ? CBI കൂട്ടിലടച്ച തത്തയെ പോലെ അല്ലേ CBI? ഇത് എത്ര കാലം ഇതിനിപ്പോൾ ഉരുട്ടും? ആളുകൾ മറക്കും. CBI ഏറ്റെടുത്തു, ഇനിയിപ്പോൾ എല്ലാം നടക്കും മച്ചമ്പി എന്ന് പറഞ്ഞ ആളുകൾ പല വഴിക്ക് പോവും. അവസാനം ഇത് ഉരുട്ടി ഉന്നതങ്ങളിലേക്ക് പോകും തോറും CBI കോംപ്രമൈസിന് പോകുമോ? 7 രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. UAE കുറിച്ച് പറയുന്നുണ്ട്, ദുബായിയെ കുറിച്ച് പറയുന്നുണ്ട്, അമേരിക്കയെ കുറിച്ച് പറയുന്നുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ജർമ്മനിയെ കുറിച്ച് പറയുന്നുണ്ട്, ഇറ്റലിയെ കുറിച്ച് പറയുന്നുണ്ട്, ഈജിപ്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ സുഭാഷ് കപൂറിന്റെയും, അതായത് ഈ സ്വർണ്ണ വാങ്ങിച്ച് ഇതുപോലെ പുരാവസ്തു വസ്തുക്കളൊക്കെ വാങ്ങി കോടികൾക്ക് കൊണ്ട് കൊടുക്കുന്ന സുഭാഷ് കപൂർ അടക്കമുള്ള ആളുകളെ ഇതിനകത്ത് ബന്ധിപ്പിച്ച് പറയുന്നു. ഡി മണി അടക്കമുള്ള ആളുകൾ. നമ്മൾ തിരുവനന്തപുരത്ത് SMSMൽ ചെന്ന്, അതായത് സർക്കാരിന്റെ തന്നെ ആന്റി ക്വിഡ്സ് ഒക്കെ നിൽക്കുന്ന SMSMൽ ചെന്ന് ഒരു നടരാജ വിഗ്രഹം ചോദിച്ചാൽ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൊടുത്താലായിരിക്കും ഒരു നടരാജ വിഗ്രഹം കിട്ടുക. നമ്മളെ വീട്ടിലൊക്കെ വയ്ക്കണമെങ്കിൽ ഒരു ഗണപതി വിഗ്രഹം വേണത്തിൽ മിനിമം 1 ലക്ഷം രൂപ കൊടുക്കണം. സ്വർണ്ണത്തിലുള്ളതും അല്ല, അതാണ് മനസ്സിലാക്കുക. സ്വർണ്ണത്തിലുള്ളത് അല്ലാത്ത അത്രയും വില കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പഞ്ചലോഹത്തിലുള്ളതിന് അത്രയും വില കൊടുക്കണം. 6 മുള കണ്ണാടിക്കും കൊടുക്കണം. എത്ര രൂപയെന്നറിയാവോ? അങ്ങനെയാണെങ്കിൽ ഇത് പുരാവസ്തു പഴകുന്തോറും വില കൂടും. ഇത് പുരാവസ്തു ആവുന്ന എപ്പോഴാണ്? വീണ്ടും പഴകുന്തോറുമാണ്. ഇതിൽ പഴക്കം വരുത്തി ആസിഡ് ഒഴിച്ചാൽ നമ്മുടെ മെർക്കുറി ഒഴിച്ച് സ്വർണം പൂശിയിരിക്കുന്ന വസ്തുവിൽ സ്വർണത്തിനെ മങ്ങലേൽപ്പിക്കാനുള്ള രാസപദാർത്ഥം ഒഴിപ്പിച്ച് അതിൽ മങ്ങലേൽപ്പിച്ച് അത് ചെമ്പാണെന്ന് വരുത്തി അതിനെ അടിച്ചു മാറ്റി അത് വഴിയിൽ വെച്ച് പുരാവസ്തു വകുപ്പിന് കൊണ്ടുപോയതിന് ശേഷം അത് അതിന് പകരമുള്ള പുതിയ സ്വർണം ചെമ്പ് വാങ്ങി ചെമ്പുവാളി കൊണ്ട് കൊടുത്ത് അതിൽ സ്വർണം പൂശി എന്നൊക്കെ പറഞ്ഞ് എത്ര മനോഹരമായ സിനിമാ കഥകളെയും കോട്ടയം പുഷ്പനാഥിന്റെ നോവലുകളെയും ഒക്കെ വെല്ലുന്ന വളരെ മനോഹരമായ ബോളിവുഡ് സിനിമകളെ കൂടി വെല്ലുന്ന രീതിയിലാണ് ശബരിമലയിൽ കൊള്ള നടന്നിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ സുഖമായി ഉറങ്ങുന്നു. വീണ്ടും ഇവിടെ മഴ പെയ്യുന്നു, വെയിൽ കൊള്ളുന്നു, കാറ്റ് വരുന്നു, സൂര്യൻ വരുന്നു, എല്ലാവരും സുഖനിദ്രയിലാണ്. കൊള്ളക്കാർ വീണ്ടും അതീവ ഗുരുതരമായ രീതിയിൽ ഓരോ ഒളിത്താവളങ്ങിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഉന്നതനിരിക്കുന്നു. ബെല്ലാരിയിൽ ഉന്നതനിരിക്കുന്നു. ഓരോ ഉന്നതന്മാരും ഓരോ സ്ഥലത്തിരിക്കുന്നു. ശബരിമല വീണ്ടും ഈ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങൾ വീണ്ടും വരും. ഒരു പഠന റിപ്പോർട്ട് വരും. ഉന്നതന്മാരിലേക്ക് എത്തുമ്പോൾ, ഉന്നതകളിലേക്ക് എത്തുമ്പോൾ വീണ്ടും നമ്മൾ കോംപ്രമൈസ് ആക്കും.